സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വളർച്ച തുറന്ന് സമ്മതിച്ച് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. സുരേഷ് ഗോപിയുടെ വിജയം സി.പി.എമ്മിനേറ്റ തിരിച്ചടി. പട്ടികജാതി വിഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും ബി.ജെ.പി സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ചേലക്കരയിൽ ബി.ജെ.പിയുടെ വോട്ട് വർധന ഗൗരവത്തോടുകൂടി കാണണമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സി.പി.എം തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് എം.വി. ഗോവിന്ദന്റെ പ്രതികരണം. പുതിയ ജില്ലാ സെക്രട്ടറിയെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, വിവരങ്ങൾ എന്താണ്? സി.പി.എമ്മിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായി നടന്നുകൊണ്ടിരുന്ന ജില്ലാ സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിലാണ് എം.വി. ഗോവിന്ദന്റെ ഒരു തുറന്നു പറഞ്ഞുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിൽ ബി.ജെ.പി വലിയ തോതിൽ വളർച്ച നേടിയിരിക്കുന്നു. തൃശൂരിലെ ബി.ജെ.പിയുടെ വിജയം സി.പി.എമ്മിനേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് പറയുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ നിന്നും ബി.ജെ.പിക്ക് വലിയ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിലും ബി.ജെ.പിക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും ബി.ജെ.പിയിലേക്ക് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞു, മെമ്പർഷിപ്പ് കുറഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. ഈ ചേലക്കരയിൽ ബി.ജെ.പിക്ക് ഏതാണ്ട് വലിയ ഒരു വോട്ട് വർദ്ധിച്ചത് ഗൗരവത്തിൽ അവരുടെ ഏരിയ കമ്മിറ്റികൾ പോലും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതിയുമുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചേലക്കരയിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടുകളാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വർദ്ധിച്ചത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി സി.പി.എമ്മിന്റെ കുത്തകയായിട്ടുള്ള ഒരു നിയോജകമണ്ഡലം കൂടിയാണത്. അവിടെയാണ് ബി.ജെ.പിയുടെ ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുതിയ സി.പി.എം ജില്ലാ കമ്മിറ്റിയെ സെക്രട്ടറിയെ കെ.വി. അബ്ദുൽ ഖാദറിനെ സമ്മേളനം തെരഞ്ഞെടുത്തിട്ടുണ്ട്. സമ്മേളന നടപടികൾ തുടരുകയാണ്. ഓക്കെ.